Okay. Okay, module 2 നമ്മള് അൽഗോരിതം, presentation, ഫ്ലോ ചാർട്ട് ഇത്രയാണ് നമുക്ക് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിനകത്ത് നോക്കാൻ. നമ്മൾ നോക്കുന്ന ടോപ്പിക് അൽഗോരിതം ആണ്. ഇതില് ഈ അൽഗോരിതം ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ അൽഗോരിതം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നും ഏതൊക്കെ റൂൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും നമ്മൾ കണ്ടു അല്ലെ. എന്താണ് അൽഗോരിതം? അൽഗോരിതം ഡിസ്ക്രൈബ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് സോൾവിങ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം നമ്മൾ സിസ്റ്റമാറ്റിക് വേയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അൽഗോരിതം എന്ന് പറയാം. ഇത് എപ്പോഴും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അതുപോലെ സ്പെസിഫിക് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അൽഗോരിതം റെപ്രസെന്റ് ചെയ്യുന്നത്. അൽഗോരിതം യൂസസ് പ്യുവർ ഇംഗ്ലീഷ് ഫ്രേസസ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഫ്രേസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള റൂൾസ് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് അറേഞ്ച്മെന്റ്സ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ് പ്യുവർ ഇംഗ്ലീഷ് ഫ്രേസസും അതുപോലെ സെന്റൻസസും യൂസ് ചെയ്തിട്ടാണ് അൽഗോരിതം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് അൽഗോരിതം. Algorithm is a collection of well-defined, unambiguous, and effectively computable instruction. That means ഒരു അൽഗോരിതം നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അൺഅംബിഗസ് ആയിട്ടുള്ള എഫക്റ്റീവ്ലി ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് അതിനകത്ത് കാണാൻ സാധിക്കും. ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അതുപോലെ വെൽ ഡിഫൈൻഡ്. എന്താ വെൽ ഡിഫൈൻഡ്? ഇൻസ്ട്രക്ഷൻസ് ഒരു അൽഗോരിതത്തിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് എക്സാക്റ്റ് ആയിട്ട് സിമ്പിളും അതുപോലെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുമായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫൈൻഡ് വെൽ എന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു ഇൻപുട്ട് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അൺഅംബിഗസ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം. എപ്പോഴും സിസ്റ്റത്തിനോ അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോഴോ അത് വേറൊരാൾ കാണുമ്പോഴോ അത് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അൺഅംബിഗസ് എന്ന് പറയുന്നത്. എഫക്റ്റീവ്ലി കമ്പ്യൂട്ടബിൾ, അതായത് ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നോർമലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ലൂപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് അതിനെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. What are the main characteristics of algorithm? അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ പറയും precision, uniqueness, fitness, finiteness, ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇത്രയാണ് precision, uniqueness, finiteness, ഇൻപുട്ട് ഔട്ട്പുട്ട്. ഈ precision എന്ന് പറയുന്ന സ്റ്റെപ്സിനെയാണ് പ്രിസൈസ്ലി സ്റ്റേറ്റഡ് ആൻഡ് ഡിഫൈൻഡ്. ഓരോ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നമ്മൾ പ്രിസൈസ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ അത് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. യുണീക്നെസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പ്രോഗ്രാമിന്റെ അൽഗോരിതം നമ്മൾ എഴുതാൻ പറഞ്ഞാൽ അത് യുണീക്ക് ആയിരിക്കും. ഒരു പ്രോഗ്രാമിനും അങ്ങനെ ഒരു എന്താണ് എക്സാക്ട് ആയിട്ടുള്ള അൽഗോരിതം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എവരി പ്രോബ്ലം എവരി ഡിസിഷൻ അതിന് എന്തുണ്ട്, ഒരു യുണീക്ക് ആയിട്ടുള്ള അൽഗോരിതം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫൈനൈറ്റ്നെസ് മീൻസ് ഓൾവേസ് സ്റ്റോപ്പ് ആഫ്റ്റർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്പ് എന്നാണ്. അതായത് ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും അടുത്തടുത്ത സ്റ്റെപ്പിനെ സോൾവ് ചെയ്ത് പോകുന്ന ടെക്നിക്ക്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ഔട്ട്പുട്ട് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്ത് നമ്മൾ പോകുന്നത്. ഇനി ഇൻപുട്ട് നമുക്കറിയാം, ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ചുള്ള അൽഗോരിതമാണ് അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ, റിസീവ്സ് അതായത് അൽഗോരിതത്തിലേക്ക് കിട്ടുന്ന ഇൻപുട്ടുകളെയാണ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്ന അൽഗോരിതം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട്സിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയാം. Write the algorithm to evaluate the expression given below. S equal to x plus y. അതാണ് ഫസ്റ്റ് ഒരു ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ അൽഗോരിതം നമ്മൾ നോർമലി നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഈ എക്സ്പ്രഷൻ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് സമ്മിലേക്ക് ലെസ്സിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലുള്ള അൽഗോരിതം ആണ്. ബിക്കോസ് ഫസ്റ്റ് വൺ നമ്മൾ ഒരു അൽഗോരിതം ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അത് സ്റ്റാർട്ട് കൊടുക്കണം, സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അത് എൻഡും കൊടുക്കണം. അപ്പൊ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് നമ്പേഴ്സിന് നമ്മൾ റീഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ റീഡ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് റീഡ് എക്സ് കോമ വൈ എന്ന് കൊടുക്കണം. ആഡ് എക്സ് കോമ വൈ എസ്, ഇത് സമ്മ് കാണാൻ വേണ്ടിയുള്ളത്. ഫോർത്ത് സ്റ്റെപ്പിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കണം, ദെൻ സ്റ്റോപ്പ് ചെയ്യണം. ഇത്രയാണ് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുക. ഇനി ഇത്രയും നമ്പേഴ്സിനെ ആവറേജ് കാണാനുള്ള ഒരു അൽഗോരിതമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പും കൊടുക്കുക. 3 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ റീഡ് 3 നമ്പേഴ്സ് എന്ന് കൊടുക്കുക, എ ബി സി, അത് നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം. അതിനുശേഷം ആഡ് ചെയ്യുന്ന ഒരു സം എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് സമ്മ് ബൈ ആഡിങ് എ ബി സി. ദെൻ അതിനുശേഷം കാൽക്കുലേറ്റ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക 3 നമ്പേഴ്സിന്റെ. അപ്പൊ എ ബി ജി എന്ന് പറയുന്ന ഒരു വേരിയബിളും കൊടുത്തിട്ടുണ്ടാവും. ആ വേരിയബിളിനെ സം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആവറേജ് ബൈ ഡിവൈഡിങ് സമ്മ് ബൈ 3. ദെൻ പ്രിന്റ് ദ ആവറേജ്. അതുപോലെ എന്താണ് ആവറേജ് എടുക്കുക, ആവറേജ് പ്രിന്റ് ചെയ്യിക്കുക. അതാണല്ലോ നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പൊ ആവറേജിനെ പ്രിന്റ് ചെയ്യിക്കുക, സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ
എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്കൊരു ഡി ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറയുന്ന ഒരു എന്താണ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ എക്സ്പ്രഷന്റെ അൽഗോരിതം എങ്ങനെ എടുക്കുക? ആദ്യം നമുക്കറിയാം ഇതിനകത്ത് എയും ബിയും സി എന്ന് പറയുന്ന 3 നമ്പേഴ്സ് ആണ്. അതിനെ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക, ദെൻ അതിന്റെ പ്രോഡക്റ്റ്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട എപ്പോഴും പ്രോഡക്റ്റ് ആയിരിക്കണം. അപ്പൊ ബി ഇൻറ്റു സി ആണ് പ്രോഡക്റ്റ് കാണുക. സെക്കൻഡ് ഫൈൻഡ് ദ പ്രോഡക്റ്റ്. ദെൻ അതുപോലെ തന്നെ പ്രോഡക്റ്റ് ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അതിനുശേഷം സമ്മ് കാണുക. എ വെച്ചിട്ട് ആ ഈ പ്രോഡക്റ്റ് പ്ലസ് എ ചെയ്യുക. അതായത് ടെമ്പററി വേരിയബിളും ആ എയും തമ്മിൽ ആഡ് ചെയ്യുക. അതിനുശേഷം സമ്മ് ഡിയിലേക്ക് എടുക്കുക, ഡിനെ പ്രിന്റ് ചെയ്യിക്കുക. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് നോർമലി ചെയ്യുന്ന ഒരു വേ എന്ന് പറയും. ലിസ്റ്റ് ദ സ്റ്റെപ്പ് ഇൻവോൾവിംഗ് ദ അൽഗോരിതം ഡെവലപ്മെന്റ്. ഒരു അൽഗോരിതം ഡെവലപ്മെന്റിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഒരു അൽഗോരിതം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് അൺഅംബിഗസ് ആയിട്ടുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് ലോഗരിതമിക് സ്റ്റെപ്പ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിൽ ഐഡന്റിഫിക്കേഷൻ, അതായത് ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് സ്റ്റെപ്പ് 1ൽ എപ്പോഴും ഇൻപുട്ട്, അതായത് ഒരു അൽഗോരിതത്തിനെ ഡിഫൈൻ ചെയ്തിട്ട് അത് എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് അതിന്റെ ഇൻപുട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൽ എപ്പോഴും വാല്യൂവിനെ ഫീഡ് ചെയ്യുക, അങ്ങനെയുള്ള ഇൻപുട്ടിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ നമ്മൾ സോൾവ് ചെയ്ത് എടുക്കാനുള്ള പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക. സെക്കൻഡ് ഔട്ട്പുട്ട് ഡിഫൈനിങ് ആണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഔട്ട്പുട്ട് എന്നതിനെ പറയും. അതായത് അൽഗോരിതം നമ്മളിപ്പോൾ ഇൻപുട്ട് ഒക്കെ കൊടുത്ത് അതിന്റെ ഔട്ട്പുട്ട് എടുക്കുന്ന രീതി, അല്ല അറ്റ്ലീസ്റ്റ് 1 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ ഒരു സ്പെസിഫിക് ഔട്ട്പുട്ട് എടുക്കുന്ന രീതിയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുക. ഇനി ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോസസ് ഓപ്പറേഷൻ, അതായത് എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്താലാണ് അതിൽ നിന്ന് നമുക്ക് ഡേറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റുക, അതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ദ പ്രോസസിങ് ഓപ്പറേഷൻ എന്ന് പറയാം. ഇനി പ്രോസസിങ് ഡിഫൈൻഡ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ഡെഫിനറ്റ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ പറയും. അതായത് അത് ആ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അൽഗോരിതത്തിനെ കമ്പോസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ് ഇത് പ്രോസസിങ് ഡിഫൈൻഡ്നെസ്. പ്രോസസിങ് ഫൈനൈറ്റ്നെസ് ഉണ്ട്. കേസസും ചെക്ക് ചെയ്തിട്ട് അൽഗോരിതം ട്രൂ ആണെങ്കിൽ മാത്രമാണ് അവിടെ നിന്ന് ഔട്ട്പുട്ട് എത്തുക. അതിന് മുമ്പ് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ പ്രോസസിങ് എഫക്റ്റീവ്നെസ് ആണ്. ഇപ്പൊ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അൽഗോരിതം യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് അവിടെ കിട്ടണം. പ്രാക്ടിക്കലി ഇത് എന്താ പറയാ സോൾവ് ആയിട്ടുണ്ടാവണം. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻസിലൂടെയാണ് നമുക്ക് അതിനെ എഫക്റ്റീവ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു, ആ പ്രോഗ്രാം എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന്റെ ഓൾ ഇൻസ്ട്രക്ഷൻസും ഏത് രീതിയിൽ കൊടുത്താലും അത് വർക്ക് ചെയ്യണം. അപ്പൊ അതാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു ഐഡിയ എന്ന് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്യൂഡോ കോഡ്? സ്യൂഡോ കോഡ് ഓൾറെഡി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹൈ ലെവൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതത്തിനെയാണ് നമ്മൾ സ്യൂഡോ കോഡ് എന്ന് വിളിക്കുക. ഇതിൽ മിക്സ്ചർ ഓഫ് നാച്ചുറൽ ലാംഗ്വേജസ് അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം കൂടെ ഒരു സിന്റാക്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് സ്യൂഡോ കോഡ് എന്ന് പറയുക. അതായത് ഇപ്പോൾ ഒരു അൽഗോരിതം എഴുതുന്ന പോലെ തന്നെ ഒരു സ്ട്രക്ചർ വൈസ് റെപ്രസെന്റേഷൻ ആണ് സ്യൂഡോ കോഡും. ഇതിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ടാവും, ഇംഗ്ലീഷിന്റെ ഫ്രേസസ് ഉണ്ടാവും. അതുപോലെ അങ്ങനെയുള്ള ഒരു സൊല്യൂഷനെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ സിംപ്ലി കൊടുക്കുന്ന ഇപ്പൊ നമ്മുടെ അൽഗോരിതം ഒക്കെ പോലെ തന്നെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ഒരു സ്യൂഡോ കോഡ് എപ്പോഴും ഒരു പ്രോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ അൽഗോരിതം സ്യൂഡോ കോഡിനെ പോലെ തന്നെ, അല്ലെങ്കിൽ സ്യൂഡോ കോഡും അൽഗോരിതത്തിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതില് സ്യൂഡോ കോഡ് നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്യൂഡോ കോഡ് ഒരു ട്രൂ പ്രോഗ്രാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെയാണ് നമ്മൾ സ്യൂഡോ കോഡ് എന്ന് പറയുക. ഒരു എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള സാധനമല്ല. അത് എപ്പോഴും അണ്ടർസ്റ്റുഡ് ചെയ്യാൻ വേണ്ടി കുറെ ഈ അൽഗോരിതം ഒക്കെ ഫ്ലോ ചെയ്യപ്പെടുന്ന പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ്. ഗുഡ് സ്യൂഡോ കോഡ് ഷുഡ് ഫോളോ ദ സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ച്. ഒരു നല്ല എക്സാക്ട് ആയിട്ടുള്ള ഒരു സ്യൂഡോ കോഡ് ആണെങ്കിൽ അതൊരു പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് അപ്രോച്ചിനെ സ്ട്രക്ചറൈസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം കൂടിയാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു സ്ട്രക്ചർ കോഡ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്യൂഡോ കോഡ് ഈസിലി ആയിട്ട് അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സീക്വൻസ് ഓഫ് കോഡുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും, ഫ്ലോ കൺട്രോൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് സ്ട്രക്ചർഡ് കോഡിംഗ്. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ യൂസിങ് സ്യൂഡോ കോഡ്. എന്തൊക്കെയാണ് റീസൺസ്, അല്ലെ സ്യൂഡോ കോഡിൽ യൂസ് ചെയ്യുന്ന റീസൺസ് എന്തൊക്കെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഒന്ന്, ഈസി അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഫോക്കസ് ഓൺ ലോജിക് ആണ്, മോർ ലെജിബിൾ ആണ്, കൺസിസ്റ്റന്റ് ആണ്, ഈസി ട്രാൻസ്ലേഷൻ ടു പ്രോഗ്രാം, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫ്ലോസ് ആണ്. ഇതിൽ ഈസി ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്യൂഡോ കോഡ് നോക്കുമ്പോൾ തന്നെ നമുക്കത് എന്താണെന്ന് ഈസി ആയിട്ട് മനസ്സിലാവണം. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുന്ന പോലെ തന്നെ, ഒരു പ്രോഗ്രാം എടുക്കുന്ന പോലെ തന്നെ അത് ഓരോ
പ്രോഗ്രാമിങ്ങിനും അതിൻ്റെതായ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്താണ് കോഡുകൾ ഉണ്ടാവും. ആ സ്യൂഡോ കോഡ് നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ അതെന്താണ് നമുക്ക് കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റണം. ലോജിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും സ്യൂഡോ കോഡ് അൽഗോരിതം നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. എപ്പോഴും ബോതറിംഗ് അബൌട്ട് എ സിൻടാക്സ്, ഒരു സ്പെസിഫൈഡ് സിൻടാക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ലാംഗ്വേജ് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ സ്യൂഡോ കോഡും ആയിരിക്കും. കമ്പൈനിങ് പ്രോഗ്രാം കൺസ്ട്രക്ട് എന്ന് പറയും. ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് ഫ്രേസസും അതുപോലെ സ്യൂഡോ കോഡ് മേക്ക് ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന കുറെ ലോജിക് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഒപ്പറേഷൻസ് അതിനകത്ത് പറയും. കൺസിസ്റ്റന്റ് ആണ്. സ്യൂഡോ കോഡ് എപ്പോഴും യുണീക്ക് ആയിരിക്കും, സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും. എവിടെ നിന്ന് അതായത് കറക്റ്റ് അത് എടുക്കുമ്പോൾ നമുക്ക് ആ പ്രോഗ്രാം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈസി ട്രാൻസ്ലേഷൻ ആണ്. അതായത് ഇതിനെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രോഗ്രാം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫ്ലോ, അതായത് സ്യൂഡോ കോഡ് എപ്പോഴും ഒരു ഫ്ലോ ഓഫ് ഐഡന്റിറ്റി അതിനകത്ത് കൊടുക്കുന്നതാണ്. അതായത് എങ്ങനെ ആ പ്രോഗ്രാം റൺ ചെയ്യണം, എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് എപ്പോഴും ഒരു സ്യൂഡോ കോഡിന്റെ ഐഡന്റിഫിക്കേഷനോട് കിട്ടും. ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് സ്യൂഡോ കോഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഒന്ന്, വൺ സ്റ്റേറ്റ്മെന്റ് പെർ ലൈൻ. ഒരു ലൈനിൽ നമ്മളിപ്പോൾ അൽഗോരിതം ഒക്കെ പറയുന്ന പോലെ തന്നെ ഒരു ലൈനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പാടുള്ളൂ. ക്യാപിറ്റലൈസ്, ഇനീഷ്യൽ കീവേഡ് എല്ലാം ക്യാപിറ്റലൈസ് ചെയ്ത് കൊടുക്കണം. ഇൻഡന്റേഷൻ, ഹൈറാർക്കി ഇതൊക്കെ ഉണ്ടായിരിക്കണം. എൻഡ്, മൾട്ടി ലൈൻ സ്ട്രക്ചർ എൻഡ് ചെയ്യുക. കീപ്പ് എ സ്റ്റേറ്റ്മെന്റ് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ്, അതായത് സ്റ്റേറ്റ്മെന്റ് ലാംഗ്വേജസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വേണം നമുക്ക് കീപ്പ് ചെയ്യാൻ. ഇങ്ങനെയുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ് കൂടുന്നതാണ് നമ്മുടെ സ്യൂഡോ കോഡ് എന്ന് പറയാം. അപ്പോൾ കോമൺ കീവേഡ്സുകൾ സ്യൂഡോ കോഡ്സിൽ യൂസ് ചെയ്യുന്ന കുറെ കോമൺ കീവേഡ്സുകളുണ്ട്. കീവേഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കമന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് ബിൽഡ് ചെയ്ത് വേർഡുകളെയാണ് കീവേഡ്സ് എന്ന് പറയാം. ഇതില് ബിഗിന്, എൻഡ്, ഇത് രണ്ടും ഒരു കീവേഡ്സുകളാണ്. ബിഗിൻ, എൻഡ്. ബിഗിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് അർത്ഥമുള്ളൂ. എൻഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് അർത്ഥമുള്ളൂ. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ട്, സ്റ്റോപ്പ്. സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നും സ്റ്റോപ്പ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റുമാണ്. ഇൻപുട്ട്, ഗെറ്റ്, റീഡ്, ഇത് മൂന്നും ഉണ്ട് കീവേഡ്സുകൾ. ഇൻപുട്ടിങ്, അതായത് ഇൻപുട്ട് കൊടുക്കുന്ന എപ്പോഴും ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ, ഗെറ്റ് എന്ന് പറയുന്ന ആക്സസ് ചെയ്യാൻ, മറ്റേന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യാൻ, അത്രേ ഉള്ളൂ. അപ്പൊ കമ്പ്യൂട്ടർ, കാൽക്കുലേറ്റ്. കമ്പ്യൂട്ടർ കാൽക്കുലേഷൻ നമ്മൾ കാൽക്കുലേഷൻസിന്റെ റിസൾട്ട് എടുക്കാനും അത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആഡ്, സബ്ട്രാക്ട്, ഇനീഷ്യലൈസ്. ഈ ആഡ് എന്ന് പറയുമ്പോൾ സബ്ട്രാക്ട് എന്ന് പറയുന്നത് അറിയാം, അഡീഷൻ സബ്ട്രാക്ഷൻ ആണ്. ഇനീഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനീഷ്യലൈസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കും. ഔട്ട്പുട്ട്, പ്രിന്റ്, ഡിസ്പ്ലേ. ഔട്ട്പുട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം എന്നാണ്. പ്രിന്റും നമ്മുടെ ഡിസ്പ്ലേയും, ഇത് മൂന്നും സെയിം ഓപ്ഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇഫ്, എൽസ്, എൻഡ് ഇഫ്, അത് സാധാരണ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ ഇഫ് കൊടുക്കാം, അതിന്റെ ഫോൾസ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എൽസ് കൊടുക്കാം, അതിന് എൻഡ് ചെയ്യിക്കണമെങ്കിൽ എൻഡ് ഇഫ് കൊടുക്കാം. ഓക്കെ. വൈല്, എൻഡ് വൈല്, അത് നമുക്കറിയാം ഇറ്ററേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ഇതിനെ പറയുക. വൈല്, ഡു വൈല്, എൻഡ് വൈല്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇറ്ററേറ്റ് ചെയ്യാം. ഒന്നിലധികം കണ്ടീഷൻസ് അറ്റ് എ ടൈമിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വൈലും എൻഡ് വൈലും എന്ന് പറയുന്നത്. ഫോർ, എൻഡ് ഫോർ ഉണ്ട്. ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇറ്ററേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഉപയോഗിക്കുക. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, നമുക്ക് അറ്റ് എ ടൈമിൽ തന്നെ ഇനീഷ്യലൈസേഷനും കണ്ടീഷൻ ചെക്കിങ്ങും ഇൻക്രിമെന്റേഷൻ ഡിക്രിമെന്റേഷനും നമുക്ക് ഫോർ ലൂപ്പിലൂടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി രണ്ടിലും ഇപ്പൊ വൈല്, എൻഡ് വൈൽ ആണെങ്കിൽ നമ്മൾ അറ്റ് എ ടൈമിൽ ഒരു കണ്ടീഷൻസിൽ മാത്രമാണ്, ഒന്നിലധികം കണ്ടീഷനെ ഇറ്ററേറ്റ് ചെയ്യാം. പക്ഷെ ചെക്കിംഗ് കണ്ടീഷൻ എപ്പോഴും ഒരെണ്ണം മാത്രമേ. ഇത് ഫോർ ലൂപ്പ് ആണെങ്കിൽ നമ്മൾ ഒന്നിലധികം കണ്ടീഷൻസിന് നമുക്ക് ഒറ്റയടിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡേറ്റയെ നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഇതാണ് ഫോർ എൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ സ്യൂഡോ കോഡ് ഇത്രമാത്രം അഡ്വാൻറ്റേജസ് ഉള്ളത്, അല്ലെങ്കിൽ ഇത്രമാത്രം അഡ്വാൻറ്റേജ് ആയത് എന്ന് നോക്കാം. സ്യൂഡോ കോഡ് എപ്പോഴും ഇൻഡിപെൻഡന്റ്ലി എല്ലാ ലാംഗ്വേജസിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ്. ഒരിക്കലും ഒരു ലാംഗ്വേജസിനും അത് സെയിം അല്ല. ഇപ്പൊ ഫോർട്രാൻ ഉപയോഗിച്ചാലും നമ്മൾ സി ഉപയോഗിച്ചാലും CPP ഉപയോഗിച്ചാലും എന്ത് ഉപയോഗിച്ചാലും ജാവ ഉപയോഗിച്ചാലും ഒക്കെ അതിൻ്റെതായ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന സ്യൂഡോ കോഡുകളായിരിക്കും. എഴുതുന്ന കീവേഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. യൂസ്ഡ് ബൈ മോസ്റ്റ് പ്രോഗ്രാമേഴ്സ്, അത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം പ്രോഗ്രാമേഴ്സ് ആണ് ഈ ഒരു കേസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈസി ടു ട്രാൻസ്ലേറ്റ് സ്യൂഡോ കോഡിന്റെ പ്രോഗ്രാമിംഗ്. ഇതിന് സ്യൂഡോ കോഡിനെ ഈസി ആയിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈസിലി മോഡിഫൈ ചെയ്യാം. ഇപ്പൊ ഒരു ഫ്ലോ ചാർട്ടിനെ ബേസ് ചെയ്ത് നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്യൂഡോ കോഡ് നമുക്ക് കിട്ടിയാൽ അതിനെ മോഡിഫിക്കേഷൻ ചെയ്യാൻ ഈസിയാണ്. പിന്നെ സ്യൂഡോ കോഡ് നേരെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കമ്പയർ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫ്ലോ ചാർട്ടോ അല്ലെങ്കിൽ എന്താ ആയിട്ട് വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അതിന് അഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരിക്കലും ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ നമുക്ക് പ്രോഗ്രാമിംഗ് ലോജിക്കൽ കൊടുക്കാൻ ഇതുകൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്തിട്ടില്ല സ്യൂഡോ കോഡിനെ. അതായത് ഒരു റൈറ്റിംഗ് മോഡിലൊന്നും നമ്മളിത് എഴുതിയാൽ കൺഫോമിറ്റി ഇല്ലാത്തതാണ്. അതുപോലെ കമ്പൈൽ ചെയ്യാൻ പറ്റില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ബിഗിനേഴ്സിനൊക്കെ ഇപ്പൊ ഒരു
പെർട്ടിക്കുലർ പ്രോബ്ലം നമ്മൾ എടുക്കുകയാണ്, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇത് എഴുതിയിട്ട് ഈസി ആയിട്ട് പ്രോഗ്രാമിന് സെറ്റ് ചെയ്യാം. ഒരു പ്രോഗ്രാം ഡയറക്ട്ലി സെറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് D = A+B × C. ഇത് നമ്മൾ ഓൾറെഡി ചെയ്താണ്. ഇതിന്റെ സ്യൂഡോ അൽഗോരിതം ആണ് എഴുതിയത്. ഇതിന്റെ സ്യൂഡോ കോഡ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഇതിനകത്ത് സ്റ്റാർട്ട് എന്തെന്ന് പറയുന്ന അൽഗോരിതം കൊടുത്ത പോലെയല്ല, ഇതിനകത്ത് ബിഗിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ബിഗിൻ കൊടുക്കുക. പിന്നെ നമ്മൾ റീഡ് എന്ന് പറയും. അപ്പൊ റീഡ് ഇതിനകത്ത് റീഡ് A,B,C ആണ് റീഡ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ട് D = A+B × C എന്ന് കൊടുക്കാം. കമ്പ്യൂട്ട് D = A+B × C. പിന്നെ പ്രിന്റ് ഓഫ് D എൻഡ് കൊടുക്കാം. ഇത്രയാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ബിഗിനിങ്, റീഡ്, ABC ഏതൊക്കെയാണോ അത് നമ്മൾ ബ്രാക്കറ്റിൽ ഡിഫൈൻ ചെയ്യും. 1, 2, 3 അങ്ങനെയുള്ള വേരിയബിൾസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ A,B,C അങ്ങനെ കൊടുക്കുക. കമ്പ്യൂട്ട് കൊടുക്കും. കമ്പ്യൂട്ടിൽ തന്നെ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേഷൻ എന്താണോ ചെയ്യേണ്ടത് സെപ്പറേറ്റ് എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഫ്ലോ ചാർട്ട് ഒക്കെ കൊടുത്താൽ B × C ആദ്യം കണ്ടിട്ട് പിന്നെ എയോട് ആഡ് ചെയ്ത് ഡിയിലേക്ക് പിന്നെ കോൾ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് ആ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അതിനുശേഷം പ്രിന്റ് D എടുത്ത് എൻഡ് കൊടുക്കാം. ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു 5 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് അത് സ്യൂഡോ കോഡ് കംപ്ലീറ്റ് ചെയ്ത് എഴുതിയെടുക്കാം. ഇനി ഒരു 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന കേസിലാണെങ്കിലും ഇതേ സെയിം കേസ് തന്നെ സ്റ്റാർട്ട് അല്ലെങ്കിൽ ബിഗിൻ കൊടുക്കാം. റീഡ്, ഈ സ്റ്റാർട്ടിന് പകരം നമ്മൾ ബിഗിനും കൊടുക്കാം. റീഡ് കൊടുക്കാം. റീഡിൽ A,B എന്ന് കൊടുക്കുക. കമ്പ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പ്രിന്റ് കൊടുക്കുക. സ്റ്റോപ്പ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. വേരിയബിൾസിന് പകരം നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾസുകൾ ഡിഫൈൻ ചെയ്യാം. ഒരു പ്രോബ്ലം ഇല്ല അവിടെ. വേരിയബിൾസ് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യും. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ മെയിൻ കൺസ്ട്രക്ട് ഓഫ് സ്യൂഡോ കോഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ബിൽഡ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റൂൾസുകൾ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ സ്യൂഡോ കോഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ കൺസ്ട്രക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗോരിതം യൂസ് ചെയ്യും. അതങ്ങനെ 3 പ്രോഗ്രാമിംഗ് കൺസ്ട്രക്റ്റുകളാണ് അലോ ചെയ്യപ്പെടുന്നത് ലീനിയർ കൺട്രോൾ ഫ്ലോയിൽ. ഒന്ന് സിംഗിൾ എൻട്രി എന്ന് പറയും, സിംഗിൾ എക്സിറ്റ് കൺസ്ട്രക്ട് എന്ന് പറയും. ഇതില് സിംഗിൾ ദീസ് ആർ ഓൾസോ നോൺ എസ് സിംഗിൾ എൻട്രി അല്ലെങ്കിൽ സിംഗിൾ എക്സിറ്റ് കൺസ്ട്രക്ട് എന്നാണ് പറയുക. 3 വേസിലാണ് ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൺസ്ട്രക്റ്റിനെ സീക്വൻസിങ് ഉണ്ട്, സെലക്ഷൻ ഉണ്ട്, റെപ്പിറ്റേഷൻ ഉണ്ട്. റെപ്പിറ്റേഷൻ മാത്രം എപ്പോഴും ഓർക്കുക. റിപ്പീറ്റ് ചെയ്യിക്കണമെങ്കിൽ എപ്പോഴും ലൂപ്പ് വേണം. അതുകൊണ്ട് ലൂപ്പ് മാത്രം ഇറ്ററേറ്റിംഗ് ആയിട്ടുള്ള ലൂപ്പുകളായിരിക്കും അവിടെ ഉപയോഗിക്കുക. ബാക്കിയെല്ലാം നമ്മൾ നോർമലി പറയുന്ന പോലെ നമുക്ക് പറയാം. എന്താണ് ഇപ്പൊ സീക്വൻസ് എന്ന് പറയുന്നത്? The most this is the most elementary constructor where the instructions of the algorithm are executed in the order listed. It is the logical equivalent of a straight line. ഇതിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറയാം ലോജിക്കൽ ഈക്വലന്റ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പൊ നമുക്ക് നോർമലി ഒരു സീക്വൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താണെന്ന്. ഇപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ സീക്വൻസ് കൺസ്ട്രക്ട്, അതായത് ഒരു കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ലോജിക്കൽ ഇക്വലൻസ് നമ്മൾ കൊടുത്ത് അതിനെ ഒരു സ്പെസിഫിക് ലൈനിൽ സ്ട്രെയിറ്റ് ലൈനിൽ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, ലോജിക് ഫ്ലോ എപ്പോഴും സ്യൂഡോ കോഡിൽ ഉണ്ടാവും. അതിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം ആയിരിക്കും ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എല്ലാം നമുക്കറിയാം ഈ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഒക്കെ ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്ന പോലെ നമുക്ക് ലോജിക്കൽ ഫ്ലോ എപ്പോഴും ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കായിരിക്കും. പക്ഷേ പൈത്തണിൽ നമ്മൾ ആക്സസ് ചെയ്യുന്നത് നോർമലി അത് ആക്സസ് ചെയ്യുന്നത് ബോട്ടം ടു ടോപ്പ് ആണ്. കൺസിഡർ ദ കോഡ് ബിലോ. സ്യൂഡോ കോഡിന്റെ കേസിൽ ടോപ്പ് ടു ബോട്ടം ആണ്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ പ്രോഗ്രാം കോഡിങ് എപ്പോഴും ആക്സസ് ചെയ്യുന്നത് ബോട്ടം ടു ടോപ്പ് ആണ്. കൺസിഡർ ദ കോഡ് ബിലോ സ്യൂഡോ കോഡ് ഫോർ എക്സ്പ്രഷൻ D = A+B × C എന്ന് കൊടുത്തിരിക്കുന്ന കാണാം നമുക്ക്. ഇതിൽ സ്യൂഡോ കോഡ് എഴുതുമ്പോൾ നമുക്കറിയാലോ സ്റ്റാർട്ട് കൊടുക്കുക, സ്റ്റോപ്പ് കൊടുക്കുക, ലാസ്റ്റ്. ഇതിനിടയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക, അതിനെ റീഡ് ചെയ്യാനുള്ളത് കൊടുക്കുക, കമ്പ്യൂട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, പ്രിന്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എല്ലാത്തിനും ഒരു കുറെ നമ്പേഴ്സ് നമ്മളിങ്ങനെ കണ്ടു കഴിയുമ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി, ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഫസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു, സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്തു, അങ്ങനെ പോകും. 4th സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു, 5th സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. n നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റുകൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇൻസ്ട്രക്ഷൻസ് സ്കിപ്പ് ചെയ്യും. ആൻഡ് എവരി ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് ഓൺലി 1 by 1. അപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, മറ്റേത് സ്കിപ്പ് ചെയ്യുക. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഓർഡറിംഗ് എന്ന് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസിഷൻ ഓർ സെലക്ഷൻ കൺസ്ട്രക്ട് എന്ന് പറയും. ഇത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? മേക്കിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പാത്ത് നമുക്ക് സെലക്ട് ചെയ്യണം.
അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ഉണ്ട്, അത് പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഡിസിഷൻ അല്ലെങ്കിൽ സെലക്ഷൻ കൺസ്ട്രക്ട്. ഇതിനെ നമ്മൾ ഡിസിഷൻ ലോജിക് എന്നൊക്കെ പറയും. ഈ സെലക്ഷൻ സ്ട്രക്ചർ കൺസിസ്റ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ ടെസ്റ്റ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യണം, ഒന്നോ അതിലധികമോ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ സ്ട്രക്ചർ കൺസിസ്റ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ അവിടെ നമുക്കത് എക്സാക്ട്ലി നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഒരു നമ്മൾ റിസൾട്ട് ഓഫ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ബ്ലോക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. നമ്മൾ ഇറ്ററേറ്റ് ചെയ്യുമ്പോഴൊക്കെ ലൂപ്പുകൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒന്നിലധികം. ഇപ്പൊ നമുക്ക് ഒരു നാച്ചുറൽ നമ്പേഴ്സ് 1 to 10 പ്രിന്റ് ചെയ്യിക്കാനാണെങ്കിലും 1 2 3 അങ്ങനെ എക്സാക്ട് ആൻസർ നമുക്ക് അത്രയും ഒറ്റ ടൈമിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ബട്ട് അതിൽ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ നമ്മൾ അതിനകത്ത് കൊടുക്കുന്നുള്ളൂ. ബട്ട് ഒറ്റ സമയത്ത്, അതായത് ഒരു സമയത്ത് തന്നെ നമുക്ക് അതിന്റെ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഒന്നിച്ച് നമുക്ക് പ്രിന്റ് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അത് ഒരു ടെസ്റ്റ് ഡിറ്റർമിനേഷൻ ആണ്. ആ ബ്ലോക്കിലൂടെ പോയി ആ ലൂപ്പ് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തിട്ടാണ് അതിന്റെ റിസൾട്ട്സ് നമുക്ക് കിട്ടുക. മെയിൻലി 2 ടൈപ്പ് ഓഫ് സെലക്ഷൻ സ്ട്രക്ചേഴ്സ് ആണുള്ളത്. ഒന്ന് ഈഫ് സ്ട്രക്ചർ നമ്മൾ പറയും. ഇതിൽ 3 വേരിയേഷൻസ് ആണ് ഈഫ് സ്ട്രക്ചറിനുള്ളത്. ഒന്ന് ഈഫ് സ്ട്രക്ചറിലെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഈഫ് കൊടുത്തിട്ട് കണ്ടീഷൻ കൊടുക്കുക, ട്രൂ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, എൻഡ് ഈഫ് കൊടുക്കുക. ഇതാണ് ഈഫിനകത്തുള്ള കേസ്. ഈഫിനകത്ത് ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ അറ്റ് എ ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് മാത്രം ട്രൂ ഇൻസ്ട്രക്ഷൻസിനകത്ത് കൊടുക്കാം. ആ കണ്ടീഷനിൽ കൊടുത്തത് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് വർക്ക് ചെയ്യണം, എന്തായിരിക്കും നമുക്ക് വരേണ്ട സ്റ്റേറ്റ്മെന്റ്, അതാണ് ട്രൂ ഇൻസ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ലൂപ്പിനെ എൻഡ് ചെയ്യിക്കാം, അല്ലെ ആ ഈഫിനെ എൻഡ് കൊടുക്കാം. അതുകൊണ്ട് എൻഡ് ഈഫ് കൊടുക്കാം. ഇതിൽ ഇഫ് ദ ടെസ്റ്റ് കണ്ടീഷൻ ഈസ് ഇവാലുവേറ്റഡ് ട്രൂ, ദ സ്റ്റേറ്റ്മെന്റ് ഡിനോട്ടഡ് ബൈ ട്രൂ ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ്, അതർവൈസ് ദോസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ സ്കിപ്ഡ്. അപ്പൊ നമുക്ക് സാധാരണ ലൂപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇഫിനകത്ത് ഒരു കണ്ടീഷൻ കൊടുത്തു, അതിനകത്ത് ആ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു എൽസ് പാർട്ടും കൂടെ കൊടുക്കാറുണ്ട്. എൽസ് പാർട്ട് ഒരു നമ്മൾ പറയും അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ഒരു നിർബന്ധമില്ല. നമുക്ക് പൈത്തണിൽ അത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ ട്രൂ ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ അത് മാത്രം നമുക്ക് അവിടെ ഒബേ ചെയ്യുന്നുള്ളൂ. അത് എക്സാക്ട്ലി. ഇനി അതിന്റെ വേണ്ട, അതിന്റെ ട്രൂ ഫോൾസ് കണ്ടീഷൻ ഉണ്ട്, നമുക്കത് പ്രിന്റ് ആവണമെന്ന് മസ്റ്റ് ആണെങ്കിൽ നമുക്കതും അവിടെ എൽസിന് നമുക്ക് കൊടുക്കാം. റൈറ്റ് സ്യൂഡോ കോഡ് ടു ചെക്ക് ദ ഗിവൺ ഇൻപുട്ട് വാല്യൂ ഈസ് എ പോസിറ്റീവ്. ഒരു പോസിറ്റീവ് വാല്യൂ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂ ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു, ലാസ്റ്റ് സ്റ്റോപ്പ് കൊടുക്കുന്നു. ഒരു എ എന്ന് പറയുന്ന വേരിയബിളിന് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് പോസിറ്റീവ് ഇൻഡിജർ ആണെങ്കിൽ എപ്പോഴും നമുക്കറിയാം സീറോയിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും ആ നമ്പർ അല്ലെ. ഒരു പോസിറ്റീവ് ഇൻഡിജർ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, സീറോയിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈഫിലെ കണ്ടീഷൻ കൊടുത്തു, എ എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഡിജർ വാല്യൂ, ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കി. ഈ എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും, ദെൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ദെൻ പ്രിന്റ് ഈസ് പോസിറ്റീവ് ആയിരിക്കും. ദെൻ എൻഡ് ഈഫ് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്തു. ഇത്രയാണ് അതിന്റെ സ്യൂഡോ കോഡ് നമ്മൾ റൈറ്റ് ചെയ്യുക. രണ്ട് നമ്പേഴ്സ് കൊടുക്കുന്നു, അതിൽ ഏറ്റവും ബിഗസ്റ്റ് നമ്പറിനെ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഇതിനു വേണ്ടി നമ്മൾ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, എൻഡ് ഈഫ് അതൊക്കെ അതേപോലെ കിടന്നോട്ടെ. സ്റ്റാർട്ട് ആദ്യം കൊടുക്കുക. 2 നമ്പേഴ്സ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് റീഡ് എ ആൻഡ് ബി. ഇതിനകത്ത് എക്സ് വൈന്നോ ഏത് വേണേലും നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഇവിടെയും ഒരു കണ്ടീഷൻ ഉണ്ട്, കാരണം ബിഗസ്റ്റ് നമ്പറിനെ എടുക്കുന്നത്. അപ്പൊ എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി ആണ് നോക്കണം. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ബിഗ് ആണ്, അതുകൊണ്ട് എ ഇസ് ബിഗ് എന്ന പ്രിന്റിൽ നമ്മൾ കൊടുക്കും. അപ്പൊ പ്രിന്റ് എ ഇസ് ബിഗ്. ഇനിയോ എ ബിഗ് അല്ലെങ്കിൽ ബി ബിഗ് ആയിരിക്കും. അപ്പൊ അത് കണ്ടീഷൻ ചെയ്യണ്ടേ, അതിനുവേണ്ടി ഒരു ഈഫോടെ കൊടുത്തു. എന്നിട്ട് ബി ഗ്രേറ്റർ ദാൻ ബി ആണ്, എ ആണെന്ന് നോക്കി. എക്കാളും ഗ്രേറ്റർ ആണ് ബി എങ്കിൽ അവിടെ എന്തെഴുതണം, ദെൻ പ്രിന്റ് ബി ഇസ് ബിഗ് എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ. ഇതിൽ അറ്റ് എ ടൈമിൽ 2 നമ്പേഴ്സിനെയും നമ്മൾ ചെക്ക് ചെയ്തു. ഇതിൽ ഏതാണ് ബിഗസ്റ്റ് നമ്പർ അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യിച്ചു, ബി ഇസ് ബിഗ് എന്നുള്ളത്. ഓക്കെ, അലിഫ് ഒരു മിനിറ്റ്. ഓക്കെ,
അപ്പൊ നമ്മൾ അത് കണ്ടീഷൻ ഓക്കെ ആക്കി വെക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈഫ് എൽസ് സ്ട്രക്ചർ ആണ്. ഈഫ് എൽസ് സ്ട്രക്ചർ കേട്ടോ. ഈ ഈഫ് എൽസ് സ്ട്രക്ചറിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ള ഈഫ് കണ്ടീഷൻ കൊടുക്കുക. അതിനുശേഷം അതിന്റെ ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നോ അത് കൊടുക്കുക. പിന്നെ എൽസ് പാർട്ട് കൊടുക്കുക. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈഫ് എൽസിൽ വരുമ്പോഴത്തേക്കും എൽസ് പാർട്ട് മാൻഡേറ്ററി. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്ഷണൽ ആണ്. ഈഫ് എൽസ് കൊടുക്കുമ്പോൾ പോലും എൽസ് പാർട്ട് നമുക്ക് ഓപ്ഷണൽ ആണ്. ഇനി ND4 കൊടുക്കുക. ഇതാണ് ഈ എൽസ് കൊടുക്കേണ്ട രീതിയിലുള്ള ഇഫിന്റെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുക. ഇനി ഇതിനകത്ത് രണ്ട് ബ്ലോക്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. ഇഫ് ദ ടെസ്റ്റ് കണ്ടീഷൻ ഈസ് മെറ്റ്, ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ കണ്ടീഷനെ മെറ്റ് ചെയ്യുന്നതും, രണ്ടാമത്തെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫോൾസ് ഇൻസ്ട്രക്ഷൻസിനെ മെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ സപ്പോസ് നമ്മൾ ഇപ്പൊ ഒരു നമ്പറിനെ നമ്മൾ ചെക്ക് ചെയ്യാണ്, ഇൻപുട്ട് വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. നമ്മൾ സാധാരണ ഒരു നമ്പർ ഇൻപുട്ട് ആണോ അല്ലെ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാൻ, പോസിറ്റീവ് ആണോ നോക്കാൻ ഓൾറെഡി നമ്മൾ ചെയ്തു. എങ്ങനെ ചെയ്തേ? A>0 ആണെന്ന് നോക്കി അല്ലെ. 0യേക്കാളും ഗ്രേറ്റർ ആണ് A എങ്കിൽ എപ്പോഴും നമുക്കറിയാം 0നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ പ്രിന്റിലെ A ഈസ് പോസിറ്റീവ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പറയാം A ഈസ് നെഗറ്റീവ് ആയിരിക്കും. ഉറപ്പാണത്. ആ കണ്ടീഷനിൽ ഒരു ഫോൾസും ഇല്ല. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ A പോസിറ്റീവ് അല്ല എങ്കിൽ, A>0 അല്ല എങ്കിൽ നമ്പേഴ്സ് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഷുവർ ആണ്. അപ്പൊ നമുക്ക് അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൽസ് പാർട്ടിൽ നമുക്ക് പ്രിന്റ് A ഈസ് നെഗറ്റീവ് എന്ന് കൊടുക്കാം. then ND4 കൊടുക്കുക, സ്റ്റോപ്പ് ചെയ്യുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ഈഫ് എൽസീഫ് സ്ട്രക്ചർ എന്ന് പറയും. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നിലധികം കണ്ടീഷൻസ് നമുക്കുണ്ടെന്ന് വിചാരിക്കുക. ഒരു കാര്യം തന്നെ നമുക്ക് ഒന്നിലധികം ട്രൂ സ്റ്റേറ്റ്മെന്റുകളെ നമുക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈഫ് എൽസീഫ് സ്ട്രക്ചർ. അതായത് ഒരു സെലക്ഷൻ, ഇപ്പൊ നമുക്ക് മേഡപ്പ് ഓഫ് സെറ്റ് ഓഫ് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മളോട് പറയുകയാണ് ഒന്നിലധികം കണ്ടീഷൻസ് അറ്റ് എ ടൈമിൽ ചെക്ക് ചെയ്യണം, അങ്ങനെ ഒരു പ്രോഗ്രാം എഴുതാൻ പറയുവാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒന്നിലധികം കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ എനിക്ക് 3 നമ്പേഴ്സ് ഉണ്ട്. ആ 3 നമ്പേഴ്സിൽ ഏതാണ് ഗ്രേറ്റർ നമ്പർ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് ഓൾറെഡി അറിയാം ഈഫിനകത്ത് ഒരു കണ്ടീഷനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ A>B ആണോ എന്ന് ഞാൻ കൊടുത്തു. പിന്നെ എൽസീഫിനകത്ത് B>C ആണോ എന്ന് എനിക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് C ആയിരിക്കും ഒരു പിന്നെ എൽസ് പാർട്ടില് നമുക്ക് എന്ത് കൊടുക്കാം? C ഈസ് ഗ്രേറ്റർ എന്നും കൊടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് ഒന്നിലധികം ലൂപ്പ് ഇഫ് എന്ന് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈഫ് ഏറ്റവും മെയിൻ കണ്ടീഷൻ ആയിട്ട് ഇഫ് കൊടുത്തു. സെക്കൻഡ് നമ്മൾ എൽസീഫ് കൊടുത്തു. തേർഡ് എന്ന് പറയുന്നത് ഇപ്പൊ അതിന്റെ എൽസ് പാർട്ട് എന്താണോ അത് കൊടുക്കുക. എന്നിട്ട് ND4 കൊടുത്ത് ക്ലോസ് ചെയ്യാം. ഇതിൽ ഇപ്പൊ ഈഫ് എൽസീഫ് എത്ര എൽസീഫ് വേണേലും നമുക്ക് ഉപയോഗിക്കാം. നെസ്റ്റഡ് എൽസ് എന്നാണ് അതിനെ പറയാം നമ്മൾ. അപ്പൊ നെസ്റ്റഡ് എൽസുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്ര കണ്ടീഷൻസ് വേണേലും നമുക്ക് വർക്ക് ചെയ്ത് എഴുതാം. അതില് ഇതൊന്നും അല്ല എങ്കിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എൽസ് പാർട്ട് നമ്മൾ പറയും. എന്നിട്ട് ND4 ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 നമ്പേഴ്സിൽ ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണെന്ന് എടുക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ട് കൊടുത്തു, റീഡ് ABC കൊടുത്തു. അതിനുശേഷം ഇതിനകത്ത് ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്തു, A>B ആണോ, അല്ലെങ്കിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ആൻഡ് കൊടുത്തു. എന്നിട്ട് A>C എന്ന് കൊടുത്തു. ആൻഡ് കൊടുത്തിട്ട് എന്ത് കൊടുത്തു? A>C ആണെന്ന് കൊടുത്തു. അപ്പൊ രണ്ട് കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യാണ്. A>B കണ്ടീഷൻ ചെക്ക് ചെയ്തു, A>C കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇതിൽ രണ്ടിലും A കമ്പയർ ചെയ്യുവാണ് ബിയോട്, അല്ലെ A കമ്പയർ ചെയ്യാണ് സിയോട്. അപ്പൊ സിയേക്കാളും ബിയേക്കാളും ഗ്രേറ്റർ A ആണെങ്കിൽ അവിടെ ബിഗസ്റ്റ് A ആയിരിക്കും. അതുകൊണ്ട് ബിഗ് ഈക്വൽ ടു A എന്ന് കൊടുത്തു. അടുത്തത് നെക്സ്റ്റ് കണ്ടീഷൻ ഇതേപോലെ കൊടുക്കണം. A B C വെച്ചിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ B ആണ് ഗ്രേറ്റർ എങ്കിൽ B>A ആണ് നോക്കണം, B>C ആണ് നോക്കണം. അപ്പൊ എൽസീഫില് B>A ആൻഡ് B>C ആണ് നോക്കി. ദെൻ അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് ബിഗസ്റ്റ് ഈക്വൽ ടു B എന്ന് എഴുതി. എൽസില് ബിഗസ്റ്റ് ഈക്വൽ ടു C എന്ന് കൊടുക്കാം നമുക്ക്. ഇത് രണ്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഗ്രേറ്റർ എന്ന് പറയുന്നത് C ആയിരിക്കും. അതുകൊണ്ട് എൽസില് നമുക്ക് കൊടുക്കാം ബിഗസ്റ്റ് ഈക്വൽ ടു C. ഇനി ND4 കൊടുത്തു, പ്രിന്റില് ബിഗ് കൊടുത്തു. പ്രിന്റില് എന്ത് കൊടുത്തു? ഇത് കൊടുത്തു. നമുക്ക് ND4 പ്രിന്റ് ബിഗ് എന്ന് കൊടുത്തു. ഓക്കെ, ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു പൈത്തൺ പ്രോഗ്രാം നമ്മൾ ബിഗസ്റ്റ് 3 നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കൊടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഇതില് എന്റെ 3 നമ്പേഴ്സ് നമ്പേഴ്സ് നമ്മൾ കൊടുത്തു. അപ്പൊ ഇൻപുട്ട് ചെയ്യാൻ നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ എന്ത് ചെയ്തു? എന്റർ 3 നമ്പേഴ്സിന് കൊടുത്തു. അതില് A ഈക്വൽ ടു ഇൻപുട്ട് എന്ന് കൊടുത്തു. ബിയും ഇന്റിജർ ആയിട്ട് തന്നെ കൊടുത്തേക്കണേ. അപ്പൊ B ഇൻപുട്ട് കൊടുത്തു, C ഇൻപുട്ട് കൊടുത്തു.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ എഴുതിയ സ്യൂഡോ കൊണ്ട് അതേ പ്രോഗ്രാം എഴുതുവാണ്. ആദ്യം നമ്മൾ ഇഫിനകത്ത് എ ഗ്രേറ്റർ ദാൻ ബി ആണ് നോക്കി, എ ഗ്രേറ്റർ ദാൻ സി ആണ് നോക്കി. കണ്ടീഷൻ എപ്പോഴും ഓർക്കുക, കണ്ടീഷൻ എപ്പോഴും നമ്മൾ ബ്രാക്കറ്റിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ആൻഡ് അതായത് അതിനിടയിൽ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും ആൻഡ് ഓപ്പറേറ്റർ അവിടെ യൂസ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഇഫിനകത്ത് എ ഗ്രേറ്റർ ദാൻ ബി ആണ് നോക്കി, ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി ആണ് നോക്കി, അതിന് ഫുൾ കോളം കൊടുത്തു. ആണെങ്കിൽ ബിഗ് ഈക്വൽ ടു എ ആയിരിക്കും. ബിഗ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും? എ ആയിരിക്കും. എൽഇഫ് എന്ന് പറയാ, എൽസീഫ് നമ്മൾ അങ്ങനെ കൊടുക്കില്ല. പൈത്തണിൽ എപ്പോഴും എൽഇഫ്, എൽസീഫിന് പകരം ഹലോ സർ, എലീഫ കേക്കാവോ? ഓക്കെ. അപ്പം ഇതിൽ നമ്മൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതില് എ ആണ് ഗ്രേറ്റർ എങ്കിൽ ബിഗസ്റ്റ് ഈക്വൽ ടു എ ആയിരിക്കും അല്ലെ. എലീഫില് നമ്മൾ ഇങ്ങനെ കൊടുക്കാം, ബി ഗ്രേറ്റർ ദാൻ എ ആണോ ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ബിഗസ്റ്റ് ബി ആയിരിക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ എൽസിൽ ഏതായിരിക്കും ബിഗസ്റ്റ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു സി ആയിരിക്കും. അത്രേ ഉള്ളൂ. നോർമലി പ്രിന്റ് ബിഗ് ഈസ് ബിഗ് എന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇപ്പൊ ബിഗ് എന്ന് പറയുന്നതിനകത്താണ് നമ്മുടെ സി ഏതിൽ എല്ലാ വാല്യൂസും ബിഗിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എ ആണെങ്കിൽ ബിഗ് എ ആണെങ്കിൽ എ പ്രിന്റ് ആവും, ബിഗ് ബി ആണെങ്കിൽ ബി പ്രിന്റ് ആവും, ബിഗ് സി ആണെങ്കിൽ സി പ്രിന്റ് ആവും അവിടെ. അപ്പൊ ഇങ്ങനെ എ ഈസ് ബിഗ് എന്നായിരിക്കും. എടാ ഒരു മിനിറ്റ്. ഇപ്പൊ ബിഗസ്റ്റ് എന്ന് പറയുന്നത് എ ആയിരിക്കും, അല്ലെങ്കിൽ ബിഗസ്റ്റ് ബി ആയിരിക്കും, അല്ലെങ്കിൽ ബിഗസ്റ്റ് സി ആയിരിക്കും. ദെർഫോർ ബിഗ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ബിഗ് എന്ന് പറയുക. അപ്പൊ ബി ഇപ്പൊ സി ആണ് ബിഗ് എങ്കിൽ സി ഈസ് ബിഗ് എന്ന് വരും, ബി ഈസ് ബിഗ്, ഡി ഈസ് ബിഗ്, അങ്ങനെ എ ഈസ് ബിഗ്, അങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും നമുക്ക് വരിക. നെക്സ്റ്റ് വൺ, ഇതിൽ നോർമലി ഇപ്പോ ഇതൊരു പ്രോഗ്രാം റൺ ചെയ്തിരിക്കുന്നതിന്റെ ഔട്ട്പുട്ട് ആണ്. 3 നമ്പേഴ്സിൽ ഏതാണ് ബിഗ് എന്ന് വന്നിരിക്കുന്നതിന്റെയാണ് ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ടേ കാണിച്ചിരിക്കുന്നത്. എന്റെ 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ 10, 20, 30 അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ പ്രിന്റ് ചെയ്യിക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ 30 ഈസ് ബിഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വരും. There is no limit to the number of else if statement, but in the end there has to be an else statement. The conditions are tested one by one starting from the top proceeding downwards. Once a condition is evaluated true, then the corresponding block is executed. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരെണ്ണം കണ്ടീഷൻ ട്രൂ ആണെന്ന് കണ്ട പിന്നെ അത് ചെക്ക് ചെയ്യത്തില്ല, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. കാരണം നമ്മളിപ്പം ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തു, അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്തു, തേർഡ് കണ്ടീഷനിലേക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ, ഇനിയിപ്പോ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയാൽ ഇപ്പൊ നമ്മൾ 3 നമ്പേഴ്സ് കൊടുത്തിട്ടാണല്ലോ അതിന്റെ റിസൾട്ട് എടുക്കുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി തന്നെ അത് വർക്ക് ആവുകയാണ് ചെയ്യുക. അപ്പൊ 1ഉം 2ഉം എൽസ് ഇഫ് കണ്ടീഷൻസ് നോർമലി അല്ലെങ്കിൽ തേർഡ് കണ്ടീഷൻ അവിടെ നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഇതിന്റെ കേസ് സ്ട്രക്ചർ ഉണ്ട്. കേസ് സ്ട്രക്ചർ എന്ന് പറയുന്നതിന് നമ്മൾ ഇഫ് എൽസ് സ്ട്രക്ചറിനെയാണ് നമ്മൾ കേസ് ഓഫ്, അതായത് നമ്മൾ ഈ സ്വിച്ച് കേസ് എന്നൊക്കെ നമ്മൾ പറയും. ഇതിൽ നമ്മൾ ജനറൽ ഫോം ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നോർമൽ കേസിൽ നമ്മൾ ഈ കേസ് ഓഫ് എടുക്കുകയാണെങ്കിൽ കേസ് 1, കേസ് 2, കേസ് 3 അത് ഓരോ കണ്ടീഷൻസിനെയാണ് നമ്മൾ കേസ് എന്ന് പറയുക. ഇപ്പൊ കേസ് ഓഫ് എക്സ്പ്രഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. കേസ് 1ൽ നമ്മൾ വാല്യൂ 1 ചെക്ക് ചെയ്യും, വാല്യൂ 1 ചെക്ക് ചെയ്തിട്ട് അല്ലെ കണ്ടീഷൻ കൊടുത്തിട്ട് അത് ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് 1 കൊടുക്കും. ഇനി കേസ് 2 ചെക്ക് ചെയ്യും, കേസ് 2 ചെക്ക് ചെയ്യാനുള്ള ഇവാലുവേഷൻ കൊടുക്കും, അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, കേസ് 3 കൊടുക്കും, ഇവാലുവേഷൻ വാല്യൂ കൊടുക്കും, ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, അങ്ങനെ കൊടുക്കാം. ഇതിലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ കേസ് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പൊ എൽസ് ഒക്കെ കൊടുക്കുന്ന പോലെ അതിന്റെ ഒരു എൽസ് പാർട്ട് ഉണ്ട്, കേസിന് ഒരു എൽസ് പാർട്ട് ഉണ്ട്. അതാണ് ഡീഫാൾട്ട് എന്ന് പറയുന്നത്. ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ എന്തെന്നുള്ള കേസാണ്. ഇപ്പൊ നമ്മള് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താണ്, നമ്മൾ വീക്സ് ചെക്ക് ചെയ്യുകയാണ്, നമ്പർ വീക്ക് ഏതാണെന്ന് ചെക്ക് ചെയ്യുക, ഫസ്റ്റ് വീക്ക് ആണോ സെക്കൻഡ് വീക്ക് ആണോ അല്ലെ ഡേ ഓഫ് ദ വീക്സ് ചെക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5 ലേക്കൊക്കെ വാല്യൂ നമ്മൾ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അങ്ങനെ കൊടുത്തു.
ഇനി ഡേ 5 കഴിഞ്ഞിട്ട് ഡേ 6 കഴിഞ്ഞ് ഡേ 7 ഞാൻ കൊടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന കേസ് ഞാനിപ്പോ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇൻപുട്ട് ചെയ്യാൻ പറയും ഡേ. അപ്പൊ ഇൻപുട്ട് എന്റെ ഡേ കൊടുത്തു. അപ്പൊ ഞാൻ 8 കൊടുത്തിരിക്കുന്നത് അല്ല 10 കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഇതില് ഈ കണ്ടീഷൻസിൽ ഇല്ലാത്ത ഒരു വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് അത് വർക്ക് ചെയ്യുന്ന എന്തായിരിക്കും? നോർമലി ഡീഫോൾട്ട് ബ്ലോക്ക് ആയിരിക്കും അവിടെ നമുക്ക് വർക്ക് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിനകത്ത് ഡീഫോൾട്ട് ആയിട്ട് എന്ത് വാല്യൂ ആണ് നമുക്ക് വന്നിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അത് വർക്ക് ചെയ്യുക. ഇതാണ് ഈ ഒരു കേസിൽ നമുക്ക് നോക്കാനുള്ളത്. ഇതില് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്രഷൻസ് ആണ് ഈ നമ്മുടെ ഒരു പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ദ വാല്യൂ ഓഫ് എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യും, അതിനുശേഷം കമ്പയർ ചെയ്യും വാല്യൂ 1നെ. അപ്പൊ കമ്പയർ ചെയ്തിട്ട് ആ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത കേസിൽ ബ്ലോക്ക് 2 എടുക്കും. അത് സെക്കൻഡ് കണ്ടീഷൻ വർക്ക് ചെയ്യുവാണെങ്കിൽ ബ്ലോക്ക് 2 എടുക്കും, അതിനുശേഷം ബ്രേക്ക്. അത് ട്രൂ ആണോ നോക്കും, ട്രൂ ആണെങ്കിൽ അത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യും. ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എപ്പോഴും എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോർമലി എക്സിറ്റ് ചെയ്യണതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്നതാണ് ഏത് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ലൂപ്പിലാണെങ്കിൽ ND4 ഓടിക്കുക അല്ലെ, അതുപോലെ തന്നെ നമ്മൾ ഈ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കേസ് കഴിഞ്ഞിട്ട് അതിന്റെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് കേസ്, അങ്ങനെ എല്ലാ ബ്രേക്കിംഗ് കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന നമുക്കൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. The direction name based of value of character called dir. The pseudocode print direction and the dir. Print the direction name based on the value of character called dir. അപ്പൊ ഇവിടെ അതിന്റെ pseudocode നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റാർട്ട് റീഡ് ചെയ്യുക, dir റീഡ് ചെയ്യുക, അതായത് ഡയറക്ഷൻ റീഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് റീഡ് dir. എന്നിട്ട് കേസ് ഓഫിൽ നമ്മൾ ആ ഡയറക്ഷൻ കേസ് ഓഫിലേക്ക് കൊടുക്കുകയാണ്. കേസ് n ആണോ ആ ഡയറക്ഷൻ നമ്മൾ നോക്കും. n ആണെങ്കിൽ നമുക്ക് നോർത്ത് എന്ന് പ്രിന്റ് ചെയ്യണം. അതായത് നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ എന്നാണെന്ന് ചെക്ക് ചെയ്യും. എന്നാണെങ്കിൽ നമുക്ക് നോർത്ത് എന്ന് വരും, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യും. രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോകും. ഞാൻ കൊടുത്ത കണ്ടീഷൻ ആണെന്ന് വിചാരിക്കട്ടെ. അപ്പൊ കേസ് എസിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് നോക്കും കേസ് എസ് ആണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കാം. അല്ല, ഇപ്പൊ പ്രിന്റ് ചെയ്യില്ല, ബ്രേക്ക് ചെയ്യും, നേരെ താഴേക്ക് പോകും. കേസ് ഇയിലെത്തും. ഇപ്പം എന്ന് പറയുന്നതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട്. അവിടെ പ്രിന്റിൽ ഈസ്റ്റ് നമുക്ക് പ്രിന്റ് ആവും, ദെൻ ബ്രേക്ക് ചെയ്യും. കേസ് W ആണെന്ന് നോക്കും. അപ്പൊ പ്രിന്റ് വെസ്റ്റ് വർക്ക് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഈ ഞാൻ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇതൊന്നുമല്ല, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് അതൊന്നുമല്ല ഞാൻ കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്ന ഒരു ഡയറക്ഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഒരു കേസിൽ ഇല്ലാത്ത ഡയറക്ഷൻ ആണ്. അപ്പൊ നോർമലി അത് ഡീഫോൾട്ട് ആയിട്ട് പ്രിന്റ് ഇൻവാലിഡ് ഡയറക്ഷൻ കോഡ് എന്നും പറഞ്ഞ് നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. എന്നിട്ട് എൻഡ് കേസ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ ഓഫ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോഗ്രാം നമ്മൾ കൊടുക്കുമ്പോൾ ഇതേ രീതി തന്നെ കേസ് 1, കേസ് 2, കേസ് 3, കേസ് 4 അതിന് പകരം കേസ് N, E, S, W ഇങ്ങനെ കൊടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ കൊടുത്താൽ മതി. നമുക്ക് അതിന്റെ ഒരു പ്രോഗ്രാം നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് തേർഡ് നോക്കാനുള്ളത് എക്സ്പ്ലെയിൻ റെപ്പിറ്റീഷൻ ഓർ ലൂപ്പ് കൺസ്ട്രക്ട് ആണ്. ഒരു സർട്ടൺ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിപ്പറ്റീഷൻ ലൂപ്പ് അല്ലെങ്കിൽ കൺസ്ട്രക്ട്സ് എന്നൊക്കെ പറയും. നമ്മൾ ലൂപ്പ് കൺസ്ട്രക്ട്സ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഓരോ എക്സിക്യൂഷനും ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കും. അതിന് നമ്മൾ ഇറ്ററേഷൻ അല്ലെങ്കിൽ പാസ് എന്ന് പറയും. അപ്പൊ നമ്പർ ഓഫ് ഇറ്ററേഷൻസ് നമ്മൾ എങ്ങനെയാ ഡെഫിനിറ്റ് ഇറ്ററേഷൻ എന്നാണ് അതിനെ പറയുക. ഡെഫിനിറ്റ് കണ്ടീഷൻ ഇറ്ററേഷൻസ് എന്നൊക്കെ നമ്മൾ പറയും. നോർമലി the block that is repeatedly executed is called a loop body എന്ന് പറയും. There are 3 type of loop constructs ആണുള്ളത്. while loop, while loop, repeat until, for loop. ഇത്രയാണ്. while loop നമ്മൾ എപ്പോഴും പ്രോഗ്രാമിൽ ചെയ്യുന്ന പോലെ തന്നെ ജനറലി നമ്മൾ ഇംപ്ലിമെന്റേഷൻസിന് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇറ്ററേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലൂപ്പാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ജനറൽ ഫോം ഓഫ് ദ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് വൈൽ കണ്ടീഷൻ, ട്രൂ ഇൻസ്ട്രക്ഷൻ, എൻഡ് വൈൽ. ഇതാണ് അതിന്റെ കണ്ടീഷൻ. അതായത് വൈലിൽ ഒരു കണ്ടീഷൻ കൊടുക്കും, അതിന്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പ്രിന്റ് ആവും, എൻഡ് വൈൽ കൊടുക്കും. ഈ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്ന റിപ്പീറ്റ് ആയിട്ടായിരിക്കും. ഇപ്പൊ കണ്ടീഷൻ ഒരെണ്ണം ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ അത് റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അത് എവിടെ കണ്ടീഷൻ നമ്മൾ നിർത്തുന്നോ ആ കണ്ടീഷൻ, ഇപ്പൊ n > 10 വരെ അല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യണം, 1 to 10 വരെ പ്രിന്റ് ചെയ്യാം. അപ്പൊ n > 10 ആണ് നോക്കും. 10നേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരുന്ന വരെയുള്ള കണ്ടീഷൻസിൽ അത് വർക്ക് ചെയ്യും. അത് കഴിയുമ്പോൾ അത് എൻഡ് ചെയ്യും. ഇതാണ് അതിന്റെ ഒരു കേസ് ഫോർമാറ്റ്. എക്സാമ്പിൾ അൽഗോരിതം യൂസിങ് വൈൽ കൺസ്ട്രക്ട്. ഇപ്പൊ ഒരു ഡിസ്പ്ലേ നമ്പേഴ്സ് 1 to 50 നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. സ്റ്റാർട്ട് സെറ്റ് L =
നമ്മൾ 1 എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ലെങ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണെന്ന് നോക്കും. ദെൻ ഡു പ്രിന്റ് ഓഫ് എൽ, സെറ്റ് എൽ ഈക്വൽ ടു എൽ പ്ലസ് 1 എന്ന് കൊടുത്തു. എൻഡ് വൈൽ സ്റ്റോപ്പ് ചെയ്യും. ഇതില് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, 1 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സിൽ ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ നമ്മൾ സെറ്റ് ലെങ്ത് ആദ്യം നമ്മൾ 1 എന്ന് സെറ്റ് ചെയ്തു. അപ്പൊ ലെങ്ത് 1 ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണെന്ന് നോക്കും. അതായത് 1നേക്കാൾ ഗ്രേറ്റർ ആണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ 50 എന്ന് നോക്കും. അതെങ്കിൽ പ്രിന്റ് ഓഫ് എൽ കൊടുക്കും. അതിപ്പോ എത്ര വരെ വർക്ക് ചെയ്യും, സെറ്റ് എൽ ഈക്വൽ ടു എൽ പ്ലസ് 1. എൽ പ്ലസ് 1 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അടുത്ത കേസിൽ 1 പ്ലസ് 1 ആവും. എല്ലിന്റെ വാല്യൂ 2 ആകും. നേരെ അത് എൻഡ് ചെയ്യില്ല, നേരെ മേളിലേക്ക് പോകും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണെന്ന് വർക്കാവും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ അത് ട്രൂ ആണ്. പിന്നെ എന്തിനെ പ്രിന്റ് എൽ കൊടുക്കും എന്ന് വെച്ചാൽ അവിടെ 2 പ്രിന്റ് ആവും. അടുത്തത് സെറ്റ് എൽ ഈക്വൽ ടു എൽ പ്ലസ് 1 വരും. അതായത് 2 പ്ലസ് 1 വരും. എല്ലിലേക്ക് 3 പോകും, നേരെ മേളിലേക്ക് പോകും, വൈൽ ലൂപ്പിലെത്തും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആകും. ആണോ എന്ന് നോക്കും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. സെയിം ട്രൂ ആണ്, ബിക്കോസ് പ്രിന്റ് എൽ കൊടുക്കും എന്ന് വെച്ചാൽ പ്രിന്റ് 3 പ്രിന്റ് ചെയ്യും. അടുത്ത കേസിൽ എൽ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യും. അങ്ങനെ എങ്ങനെ വർക്ക് ചെയ്യും. എവിടെ വരെ വർക്ക് ചെയ്യും നമുക്ക്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 വരെ വാല്യൂ ഉള്ള കേസിൽ അത് വർക്ക് ചെയ്യും. അതിന് ശേഷമാണ് അത് സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു എന്ന് വെച്ചാൽ 1 to 50 നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർമാറ്റ് റിപ്പീറ്റ് അണ്ടിൽ ലൂപ്പാണ്. ഈ അണ്ടിൽ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു റിപ്പീറ്റ്, ഫോൾസ് ഇൻസ്ട്രക്ഷൻ, അണ്ടിൽ കണ്ടീഷൻ. ഇതാണ് നമുക്ക് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോർമലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഡെഫിനിറ്റ് ഇറ്ററേഷൻ. അതായത് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഇറ്ററേഷനിലല്ലാതെ ഇൻഡെഫിനിറ്റ് ആയിട്ട് കൊടുക്കുന്ന ഇറ്ററേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്പാണ് റിപ്പീറ്റ് അണ്ടിൽ ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് നമുക്കറിയാം, നോർമലി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ഒരു ബോഡി നമ്മൾ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അതിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇറ്ററേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് റിപ്പീറ്റ് അണ്ടിൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെ ഇത് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ സ്യൂഡോ കോഡ് വൈൽ കൺസ്ട്രക്ട് വെച്ചിട്ടുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് കൗണ്ടിങ് ഡൗൺ ഫ്രം 15 ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം കൊടുക്കേണ്ടത് സ്റ്റാർട്ട് കൊടുത്തു. ആദ്യം ലെങ്ത് 50 വരെയല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കൗണ്ട് ഡൗൺ ഫ്രം 50ക്ക് താഴെയുള്ള നമ്പേഴ്സിനെ കൗണ്ട് ഡൗൺ ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ആദ്യം സെറ്റ് എൽ ഈക്വൽ ലെങ്ത് 50 എന്ന് കൊടുത്തു. എന്ന് വെച്ചാൽ എത്ര വരെ പോകണം, 50 വരെ പോകണം. അപ്പൊ 50 വരെ ലെങ്ത് സെറ്റ് ചെയ്തു. പിന്നെ റിപ്പീറ്റ് കൊടുത്തു. പ്രിന്റിൽ എല്ലിനെ നമ്മൾ കൊടുത്തു. അതായത് മേലിൽ നിന്ന് താഴേക്കാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ലെങ്ത് ആദ്യം വരണം. പിന്നെ ഒരെണ്ണം കുറച്ച് വരണം. എന്ന് വെച്ചാൽ 50 കഴിഞ്ഞ 49, 48, 47, 46 അങ്ങനെ വരും. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്താ, തൊട്ട് മുമ്പത്തെ പ്രോഗ്രാമിന്റെ നമ്മൾ സ്യൂഡോ കോഡിൽ കൊടുത്ത എൽ ഈക്വൽ ടു എൽ പ്ലസ് 1 ആണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എൽ ഈക്വൽ ടു എൽ മൈനസ് 1 ആണ്. അപ്പൊ സെറ്റ് ഈക്വൽ ടു എൽ ഈക്വൽ ടു എൽ മൈനസ് 1 വെച്ചിട്ട് സെറ്റ് എൽ ഈക്വൽ ടു എൽ മൈനസ് 1 കൊടുത്തു. അണ്ടിൽ എൽ ലെസ് ദാൻ 1 ആണ് നോക്കി, അതായത് 1നേക്കാൾ താഴെയാണോ ലെങ്ത് എന്ന് നോക്കി എൻഡ് വൈൽ കൊടുത്തു. പ്രിന്റിൽ നമ്മൾ കൗണ്ട് ഡൗൺ കംപ്ലീറ്റ് കൊടുത്ത് സ്റ്റോപ്പ്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. സെയിം കേസ് തന്നെ, ഒരു വ്യത്യാസമില്ല. ഇതിൽ നമുക്ക് 2 മേജർ ഡിഫറൻസസ് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. വൈലും റിപ്പീറ്റ് അണ്ടിലും തമ്മിലുള്ള ലൂപ്പ് കൺസ്ട്രക്റ്റിൽ 2 ഡിഫറൻസ് ഉണ്ട്. വൈൽ ലൂപ്പിലാണ് സ്യൂഡോ കോഡ് കണ്ടിന്യൂസ് ആയിട്ട് എക്സിറ്റ് ചെയ്യും. നമ്മളിപ്പോ നമുക്ക് ഉണ്ടല്ലോ, ട്രൂ കണ്ടീഷൻ എടുത്ത് അതങ്ങ് വർക്ക് ചെയ്തോളും. അണ്ടിൽ റിപ്പീറ്റ് അണ്ടിൽ ലൂപ്പ് ആണെങ്കിൽ ലൂപ്പിംഗ് പ്രോസസ് സ്റ്റോപ്പ് വെൻ റിസൾട്ട് ഓഫ് ദ കണ്ടീഷൻ ബിക്കം ട്രൂ. എവിടെ സ്റ്റോപ്പ് ചെയ്യണം, കണ്ടീഷൻ സ്റ്റോപ്പ് ചെയ്യണോ അവിടെ വരെ വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അവിടെ നിന്ന് അത് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ എപ്പോൾ ട്രൂ ആവണമെന്നോ അവിടെ നിന്ന് അത് എക്സിറ്റ് ചെയ്യും. മനസ്സിലായല്ലോ, അതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റേന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒറ്റ ലൂപ്പേ ഉള്ളൂ ലൂപ്പ്. ആ ലൂപ്പിനനുസരിച്ച് അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം ആ കണ്ടീഷൻ തീരുന്നവരെ എടുക്കും. ഇതിൽ ട്രൂ ആയാൽ പിന്നെ വർക്ക് ചെയ്യില്ല, ട്രൂ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യും. ലൂപ്പിലാണെങ്കിൽ കണ്ടീഷൻ എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അറ്റ് ദ ബിഗിനിങ് എപ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ കണ്ടീഷൻ എപ്പോഴും എൻഡ് വരുന്ന വരെ, അതായത് സ്റ്റോപ്പ് ആവുന്നവരെ, എൻഡ് ചെയ്യുന്നത് വരെ അവിടെ നോർമലി അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു കേസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എപ്പോഴും അതിനെ നമ്മൾ അതുകൊണ്ട് തന്നെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് പറയുക. നമ്മൾ എൻട്രി ചെയ്ത് വെച്ചിരിക്കുന്ന എൻട്രിക്ക് അനുസരിച്ച് അത് വർക്ക് ചെയ്യത്തുള്ളൂ. അവിടെ വരെ ആയിരിക്കും അത് കൺട്രോൾ ചെയ്ത് കീപ്പ് ചെയ്യുന്നത്. പിന്നെ റിപ്പീറ്റ് അണ്ടിൽ ലൂപ്പ് ഈസ് നോൺ ആസ് എക്സിറ്റ് കൺട്രോൾ. അതായത് നമുക്കറിയാം എവിടെ ട്രൂ സ്റ്റേറ്റ്മെന്റ് വരുന്നോ ആ സ്റ്റേറ്റ്മെന്റ് വരെ മാത്രമേ, അല്ല ആ സ്റ്റേറ്റ്മെന്റ് വരെ അത് വർക്ക് ചെയ്യുള്ളൂ. ഏത് നമ്മുടെ റിപ്പീറ്റ് അണ്ടിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വരെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ എൻട്രി കൺട്രോൾ ലൂപ്പും ഉണ്ട്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പും ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി പൈത്തണില് നമ്മൾ കേസ് ഓഫ് വെച്ചിട്ടുള്ള ഒരു കേസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. 2 നമ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നു.
നമ്പർ രണ്ടും ഫ്ലോട്ട് നമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഡെസിമൽ പോയിന്റഡ് വാല്യൂസ് ആയിരിക്കും. എന്റർ ഓപ്പറേഷൻ 1 ആണോ 2 ആണോ 3 ആണോ, 3 ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓപ്പറേഷൻസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ പ്രിന്റ് ഒരു സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തു. അതിനുശേഷം ഓപ്പറേഷൻ ഈക്വൽ ടു ഇൻപുട്ട് എന്നിട്ട് ബ്രാക്കറ്റ് കൊടുത്തു. എന്നിട്ട് മാച്ചിൽ ഓപ്പറേഷൻ എന്ന് കൊടുത്തിട്ട് മാച്ചിലേക്ക് ഓപ്പറേഷൻ കൊടുത്തു. എന്നിട്ട് കേസ് 1 ആണോ കേസ് 2 ആണോ കേസ് 3യും കൊടുക്കണം. കേസ് 1 ഇങ്ങനെയാണ്. 1 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് അഡീഷൻ ആണ്. അതുകൊണ്ട് റിസൾട്ട് എന്ന് പറയുന്നത് അതിന്റെ സം എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു വേരിയബിൾ ആണ്. അപ്പൊ റിസൾട്ട് ഈക്വൽ ടു നം1 പ്ലസ് നം2 എന്ന് കൊടുത്തു. പ്രിന്റിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യണം, നം1ഉം നം2 കൂടെ ആഡ് ചെയ്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടണം. അതുകൊണ്ട് നം1 പ്ലസ് നം2 ഈക്വൽ ടു റിസൾട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അതെപ്പോഴും നം1 നമ്മൾ കൊടുക്കുന്ന എപ്പോഴും നമ്മുടെ സെറ്റ് ബ്രാക്കറ്റ് ഉണ്ടല്ലോ, പർച്ചേസ് ബ്രാക്കറ്റ്, അതിനകത്തായിരിക്കും നം1 വേരിയബിൾസിനെ നമ്മൾ കോൾ ചെയ്യേണ്ടത്. കേസ് 2 വിളിച്ചു, റിസൾട്ട് നം1 മൈനസ് നം2 ആണ്. കേസ് 3യിലും ഇതേപോലെ തന്നെ കൊടുത്തു. നമ്മൾ നം1 ഇൻറ്റു നം2 എന്ന്. ഇതിൽ അതിന്റെ ഓരോന്നിന്റെയും കേസ് 2ലും കേസ് 3യും അതിന്റെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അങ്ങനെ അത് കേസ് ലാസ്റ്റ് എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അത്രയും കൊടുത്തിട്ട് നമുക്ക് 3 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് കേസസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അപ്പൊ ഡിഫോൾട്ടിനകത്ത് പ്രിന്റ് ഇൻവാലിഡ് ഓപ്പറേഷൻ സെലക്ടഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷന് നമ്മൾ അവിടെ കൊടുത്തു. അവിടെ കേസ് അണ്ടർസ്കോർ അല്ല അവിടെ യൂസ് ചെയ്യുന്ന, ഡിഫോൾട്ട് ആണ്. കേസ് കൊടുക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റ് എന്ന് പറയുന്ന എൽസിന് പകരം ഉപയോഗിക്കുന്ന ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, എന്റർ ദ 2 നമ്പേഴ്സ് നമ്മൾ പറയും. 5 4 നമ്മൾ കൊടുത്തു. അപ്പൊ എന്റർ ദ ഓപ്പറേഷൻ നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ 3 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. 3യിൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ ഡെസിമൽ പോയിന്റ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് 5,0 ഇൻറ്റു 4,0 ഈക്വൽ ടു 20 നമുക്ക് ആൻസർ കിട്ടും. ഇതായിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയാം. ഓക്കെ, ഇനി 2 മേജർ ഡിഫറൻസസ് ആണ് ഇവിടെ വൈൽ ലൂപ്പും റിപ്പീറ്റ് അൺഡിൽ ലൂപ്പും തമ്മിലുള്ള നമുക്ക് പറയാൻ പറ്റുക. തൊട്ട് മുമ്പ് നമ്മളോട് പറഞ്ഞ പോലെ തന്നെ സ്യൂഡോ കോഡ് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും വൈൽ ലൂപ്പിലാണെങ്കിൽ. അപ്പോൾ കണ്ടീഷൻ എപ്പോൾ വരെയാ നോക്കുന്നത്, ട്രൂ വരെയാണോ നോക്കും, അതേപോലെ തന്നെ അത് വർക്ക് ചെയ്യും. മറ്റേതെന്ന് പറഞ്ഞാൽ എവിടെ കണ്ടീഷൻ ട്രൂ ആകുന്നു അവിടെ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യും. വൈൽ ലൂപ്പിലാണെങ്കിൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും, അതുപോലെ റിപ്പീറ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യും. ഒന്ന് എൻട്രി കൺട്രോൾ ലൂപ്പും മറ്റേത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് വരും. ഇത്രയുള്ള എന്റെ പ്രത്യേകത. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫോർ ലൂപ്പ് ആണ്. ഫോർ ലൂപ്പ് നമുക്ക് അറിയാം, നോർമലി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡെഫിനിറ്റ് റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ഇറ്ററേഷന് വേണ്ടിയാണ്. ഡെഫിനിറ്റ് ഇറ്ററേഷനിൽ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ 3 വേരിയൻസുകളാണ് ഫോർ ലൂപ്പിനുള്ളത്. 3 വേരിയൻസിൽ all 3 ഫോർ ലൂപ്സ് കൺസ്ട്രക്ട് യൂസ് എ വേരിയബിൾ as counter that start counting from a specific value called a begin and update the loop variable after each iteration. The loop body repeat execution under the loop variable value reaches end. The first 4 loop variant can be written in pseudocode notation as follows. ഇതിൽ ഈ ഫോർ ലൂപ്പിന്റെ ഒരു പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കണ്ടീഷൻസും ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേഷൻസും അതുപോലെ എന്താണ് ചെക്ക്, ഇപ്പൊ എവിടെ വരെ പോകണം റീച്ച് ചെയ്യേണ്ട വാല്യൂ നമ്മൾ അതിനെ ആദ്യം സ്റ്റാർട്ടിംഗ് എന്ന് പറയും, പിന്നെ എൻഡിങ് എവിടെയാണെന്ന് കൊടുക്കണം, കണ്ടീഷൻ കൊടുക്കാം, ഡിക്രിമെന്റ് ഇൻക്രിമെന്റേഷൻ, ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. 3 വേരിയൻസുകളാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം ലൂപ്പിനെ, 2 അത് എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തുടങ്ങുന്നതാണ് കൺസ്ട്രക്ട് ചെയ്യുക, എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുക്കാം, എവിടെ വരെ പോകണം എന്നുള്ളത് കൊടുക്കാം, ലിമിറ്റ് കൊടുക്കാം, അതുപോലെ തന്നെ എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്യണം എന്ന് കൊടുക്കാം. ഈ 3നെയാണ് നമ്മൾ 3 വേരിയൻസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇത് എങ്ങനെ കൊടുക്കുന്നത്, ഫോറിനകത്ത് വേരിയബിൾ ഈക്വൽ ടു ബിഗിൻ ടു എൻഡ്. കണ്ടോ, ഇവിടെ നമ്മൾ നോക്കിക്കേ, വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനിൽ നിന്നും എവിടെ വരെ പോകണം എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, എൻഡ് വരെ പോകണം, ടു എൻഡ്. ഇനി ലൂപ്പ് കൺസ്ട്രക്ഷൻസ് കൊടുത്തു, അതായത് ഇപ്പൊ i ഈക്വൽ ടു i+1 അല്ലെ VAR ഈക്വൽ ടു VAR++ അങ്ങനെയൊക്കെ കൊടുക്കാം. നമ്മൾ VAR പ്ലസ് ഈക്വൽ ടു 1 അങ്ങനെയൊക്കെ കൊടുക്കാം. അതായത് എത്ര ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ എൻഡ് 4 കൊടുത്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഈ ലൂപ്പ് വേരിയബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മളൊരു വാല്യൂ മാത്രമാണ്. ആ വാല്യൂ എവിടെ തുടങ്ങണം എവിടെ എൻഡ് ചെയ്യണം എന്ന് കൊടുക്കുക. കണ്ടീഷൻസും അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ 2 കണ്ടീഷൻസ് എവിടം വരെ എത്തുന്നു അവിടം വരെ അത് വർക്ക് ചെയ്യും. അതായത് വേരിയബിൾ ബിഗിൻ ചെന്ന് എൻഡ് ചെയ്യുന്നത് വരെ ഈ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി പ്രിന്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 50 അസെൻഡിങ് ഓർഡറിൽ 1 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് സ്റ്റാർട്ട് കൊടുത്തു, പിന്നെ ഉള്ളത് i എവിടെ തുടങ്ങണം നോക്കാം, സോറി L എവിടെ തുടങ്ങണം നോക്കും. L സ്റ്റാർട്ട് ചെയ്യേണ്ട 1 തൊട്ട് എവിടെ വരെ പോകണം, 50 വരെ പോകണം. പ്രിന്റ് L കൊടുത്തു, എന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 അങ്ങനെ കൊടുത്തു. ദെൻ end 4 കൊടുത്തു, ദെൻ സ്റ്റോപ്പ് കൊടുത്തു, end 4 ആൻഡ് സ്റ്റോപ്പ് കൊടുത്തു.
നെക്സ്റ്റ് വേരിയന്റ് 2 ഫോർ ലൂപ്പ് വേരിയന്റ് ബിഗിൻ ചെയ്യുന്നത് തൊട്ട് ഡൗൺ ടു എൻഡ് കൊടുത്തു. ഇത് തിരിച്ചുള്ള കേസാണ്. ഇവിടെ ബിഗിനിങ് തുടങ്ങി എവിടെ എൻഡ് ചെയ്യാൻ ഡൗൺ ടു യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഡൗൺ ടു ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ടും അങ്ങനെ യൂസ് ചെയ്തിരുന്നു. അസെൻഡിങ് ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മൾ വേരിയന്റ് 2 ഫോർ വേരിയബിൾ ബിഗിൻ തൊട്ട് എവിടം വരെ എൻഡ് വരെ, എന്നിട്ട് ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ് എൻഡ് 4 കൊടുത്തു. ഇതാണ്. ഇതിൽ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക, പിന്നെ റീഡ് എന്നിനെ റീഡ് ചെയ്യുക, അതായത് നമ്പർ എന്നിനെ റീഡ് ചെയ്യുക. ഫാക്ടോറിയൽ നമ്മൾ എപ്പോഴും 1 ആക്കി കൊടുക്കണം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് സം ഈക്വൽ ടു 0, സം കാണാൻ നേരം നമ്മൾ എപ്പോഴും സം 0 ആക്കിയും. മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു വേരിയബിൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണെങ്കിൽ അത് എപ്പോഴും 1 ആക്കി കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും 0 ആക്കി അസൈൻ ചെയ്യാൻ പാടില്ല. കാരണം 1നോട് മൾട്ടിപ്ലൈ ചെയ്തത് വരുമ്പോൾ ഓൾറെഡി അത് വരുന്നത് എങ്ങനെയായിരിക്കും, നോർമലി എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം ഇൻറ്റു ചെയ്ത് വരാൻ പാടുള്ളൂ. സെയിം വാല്യൂവിനെ കാണിക്കണമെങ്കിൽ ഇൻറ്റു ചെയ്യണം. 0 ആണെങ്കിൽ അത് ഫുള്ള് 0 ആയി പോകും. അതുകൊണ്ട് ഒരിക്കലും ഒരു വേരിയബിൾ 0 ആയിട്ട് അസൈൻ ചെയ്യില്ല. ഫാക്ട് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഫോർ വേരിയബിൾ ഈക്വൽ ടു n ഡൗൺ ടു 1, ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു വേരിയബിൾ എന്ന് കൊടുക്കാം. ദെൻ എൻഡ് 4 പ്രിന്റ് ഫാക്ട് സ്റ്റോപ്പ് കൊടുക്കും. ഇത്രയാണ് ഇതിന്റെ ഒരു കേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആ ലൂപ്പ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഫാക്ടോറിയൽ തുടങ്ങുന്ന 1ലേക്ക്, അതായത് 1ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫാക്ടർ. ഇനി വേരിയബിളിലേക്ക് n തൊട്ട് 1 വരെ, അതായത് എവിടെ വരെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഫാക്ടോറിയൽ 1 വരെ വരണം. ഡൗൺ ടു 1 ആണ് കേട്ടോ. ഇപ്പോ നമ്മൾ കൊടുക്കുന്നത് 10 ഫാക്ടോറിയൽ എടുക്കാനാണെങ്കിൽ 10 വനം 9 വനം 8 7 6 5 4 3 2 1 ഇത്രയാണ് വരേണ്ടത്. അപ്പൊ ഡൗൺ ടു ഏറ്റവും ലാസ്റ്റത്തെ ഫാക്ടോറിയൽ സാധാരണ നമ്മൾ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഇൻറ്റു n-4 ഇങ്ങനെ പോയിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പൊ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചു കൊടുക്കുന്നു, വലുത് തൊട്ട് താഴെ വരെ എന്നുള്ളത് കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പൊ നമ്മൾ ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു വേരിയബിൾ കൊടുത്തു. അതായത് ഇത് ഫാക്ടോറിയൽ എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആദ്യം n ഇപ്പൊ ഞാൻ 10 ഫാക്ടോറിയലാണ് കൊടുത്തത്, n വാല്യൂ 10 കൊടുത്തേക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ 10 ഇൻറ്റു വേരിയബിൾ വരും. 10 ഇൻറ്റു വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വേരിയബിളിനകത്തേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് n വാല്യൂ എവിടെ തൊട്ട് എവിടം വരെ, n തൊട്ട് 1 വരെ. ഓക്കെ, അപ്പൊ ഫാക്ട് ഇൻറ്റു 1 ഇൻറ്റു 10 എന്ന് വരും. അപ്പൊ ഫാക്ടിലേക്ക് 10 പോകും. അപ്പൊ ഫാക്ടിലേക്ക് ഇപ്പോൾ 10 പോയി കിടപ്പുണ്ട്. വീണ്ടും അത് എൻഡ് ചെയ്യില്ല, നേരെ ലൂപ്പിലേക്ക് പോകും. വേരിയബിൾ വീണ്ടും വാല്യൂ ഉണ്ട്, എന്നിന് 9 ഉണ്ട്. അപ്പൊ 9 ഓക്കെ ആണോ നോക്കും. അപ്പൊ അതെ, അപ്പൊ ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു വേരിയബിൾ വരും. എന്ന് വെച്ചാൽ ഇപ്പൊ ഫാക്ടിൽ കിടക്കുന്ന 9 ആദ്യത്തെ 10 ഇൻറ്റു 9 എന്നായിരിക്കും വരിക. വേരിയബിൾ ചേഞ്ച് ചെയ്തു 9 ആയി, അതുകൊണ്ട് 10 ഇൻറ്റു 9 ചെയ്യും. അങ്ങനെ ഫാക്ടിലേക്ക് 90 പോകും. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. എന്നിട്ട് നോർമലി 1 വരെയുള്ള കണ്ടീഷൻസ് വർക്ക് ചെയ്യും. പ്രിന്റ് ഫാക്ട് കൊടുത്ത് അത് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് കണ്ടീഷൻ. ഇനി വേരിയന്റ് 3 നമുക്ക് നോക്കാനുള്ള ഒരു കേസ് എന്ന് പറയുന്നത്, ഇതില് പോസിബിൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ലൂപ്പ് വേരിയബിൾ എന്ന് പറയുന്ന എമൗണ്ട് അതർ ദാൻ 1 ആണ് ആഫ്റ്റർ എവറി ഇറ്ററേഷൻ. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വേരിയന്റ് 3 എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഫോർ വേരിയബിൾ ഈക്വൽ ടു ഇനീഷ്യൽ വാല്യൂ ടു ഫൈനൽ വാല്യൂ, ഒന്നാമത്തെ കേസ്. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റെപ്പാണ്. ഓക്കെ, സ്റ്റെപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, എൻഡ് 4 കൊടുത്തു. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ടു പ്രിന്റ് ഓഡ് നമ്പേഴ്സ് ടു 50 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് കിട്ടുക. അതായത് ഓഡ് നമ്പേഴ്സ് അപ് ടു 50 വരെ പ്രിന്റ് ചെയ്യണം. അപ്പൊ ഈ ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 1 അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആദ്യം കൊടുക്കണം. ഫോണില് എല്ലിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന 1 ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 1 എവിടെ വരെ പോകണം, 50 വരെ പോകണം. L2 1 to 50 വരെ പോകണം. അപ്പൊ 1 to 50 by 2 കൊടുക്കാം. അതായത് ഈ നമ്പേഴ്സ് എല്ലാം ഡിവൈഡഡ് ബൈ 2 എടുക്കണം. അതൊരു കണ്ടീഷൻ ആണ് അവിടെ, അല്ലെ? ബൈ സ്റ്റെപ്പ് കൊടുക്കണം. അതായത് എപ്പോഴും നമുക്കറിയാം നോർമലി ഇത് ഡിവൈഡ് ബൈ, അതായത് ഇൻക്രിമെന്റേഷൻ എത്രയാണെന്നുള്ളത് അത് കറക്റ്റ് അവിടെ എക്സാക്ട് വാല്യൂവിന് നമ്മൾ പ്രോസസ് ചെയ്യണം. ഈ പ്രിന്റ് L കൊടുത്തു, അതിനുശേഷം നമ്മൾ എൻഡ് 4 കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 1 തൊട്ട് പിന്നെ 3 വരും, 2 വരെ എല്ലാം 2 ഡിക്രിമെന്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുക. ഇങ്ങനെയായിരിക്കും നമുക്കത് പ്രിന്റ് ചെയ്ത് വരും. ഇനി ഈ ലൂപ്പിന് ഇവിടെ ലൂപ്പ് കൺസ്ട്രക്റ്റും അതിന്റെ എക്സാമ്പിൾസും വാല്യൂസും കൊടുത്തിട്ടുണ്ട്. വേരിയബിൾ 1 to 10 ആണെങ്കിൽ വേരിയബിൾ ഗെറ്റ് ഇൻക്രിമെന്റഡ് ബൈ 1 വിത്ത് ഇറ്റ് റീച്ചസ് ടു 10. 1 to 10 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, 1 സ്റ്റാർട്ട് ചെയ്യണം, അതുകൊണ്ട് 10 വരെ പോകണം. റീച്ച് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരിക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ വാല്യൂസ് ടേക്കൺ ബൈ വേരിയബിൾ ആണെങ്കിൽ 1 2 3 4 എക്സെട്ര ടു എങ്ങനെയായിരിക്കും, എവിടം വരെ ആയിരിക്കും നമുക്ക് പോവുക, 10 വരെ ആയിരിക്കും പോവുക. ഇനി വേരിയബിൾ ഈക്വൽ ടു 10 to ഡൗൺവേർഡ് 1 അപ്പൊ 10 തൊട്ട് 1 വരെ ഡൗൺവേർഡ് ആയിട്ട് അത് വർക്ക് ചെയ്യും.
ഇനി വേരിയബിൾ ഈക്വൽ ടു 2 to 20 ആണെങ്കിലോ 2 തൊട്ട് 20 വരെ ഡിക്രിമെന്റ് ബൈ 2 കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇൻക്രിമെന്റ് ചെയ്യും 2 4 6 8 അങ്ങനെ 20 വരെ വർക്ക് ചെയ്യും ഫോർ വേരിയബിൾ ഈക്വൽ ടു 20 ഡൗൺ ടു 2 ബൈ 2 കൊടുക്കും ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് വേരിയബിൾ ഗെറ്റ് ഡിക്രീസ്ഡ് ബൈ 2 ആണ് ടിൽ ഇറ്റ് റീച്ചസ് 2 ആണ് ഓക്കെ ഇവിടെ നമുക്ക് 20 ഡൗൺവേർഡ് 2 ആ 20 ഡൗൺവേർഡ് 2 എന്ന് പറഞ്ഞാൽ 20 18 അങ്ങനെ 16 14 അങ്ങനെ എല്ലാം വർക്ക് ചെയ്യും ലാസ്റ്റ്ലി ഈക്വൽ ടു 2 വരെ ക്ലിയർ ആണോ ഇനി നമ്മൾ ഫ്ലോ ചാർട്ടിന്റെ ഒരു പോർഷൻ ആണ് നമുക്ക് കിടക്കുന്നത് അതിപ്പോ നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം അലിഫ ഓക്കെ ഓക്കെ മിസ്.